ഷൈജു കുറുപ്പിന്റെ 150ാമത്തെ പടമാണ് ഭരതനാട്യം. അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള മോഹിനിയാട്ടം കണ്ടു. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ കിടിലം പടം. ഒന്നാം ഭാഗത്തേക്കാളും മികച്ചു നിൽക്കുന്ന ഒരു രണ്ടാം ഭാഗമാണിത്. ഒരു പക്കാ തുടർച്ചയായിട്ടാണ് ഈ ഒരു പടം എടുത്തു വെച്ചിട്ടുള്ളത്. ഒന്നാം ഭാഗത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് രണ്ടാം ഭാഗം വരാനുള്ള കാരണം ഇതിൻ്റെ ആ ഒരു ജോണർ ഷിഫ്റ്റാണ്. ഇതൊരു ഡാർക്ക് കോമഡി ത്രില്ലറാണ്. അത് ഈ പടത്തിൻ്റെ ആ റേഞ്ച് തന്നെ വേറെ ലെവലിലേക്ക് എത്തിച്ചു. പടം ഒരു സ്ലോ പേസിലാണ് തുടങ്ങുന്നത്. അധിക തമാശ എനിക്ക് ആദ്യം വർക്കായില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നല്ല തമാശയും നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു കഥ ലഭിക്കാൻ തുടങ്ങി. പിന്നെ സെക്കൻഡ് ഹാഫിൽ പടത്തിൻ്റെ ലെവൽ അടുത്ത ഘട്ടത്തിലേക്ക് പോയി. ചിരിയുടെ ഒരു മാലപ്പടക്കം തന്നെയായിരുന്നു ഈ ഒരു സെക്കൻഡ് ഹാഫ് മുഴുവൻ. വന്നവനും നിന്നവനും പോയവനും എല്ലാവരും സ്കോർ ചെയ്തൊരു സെക്കൻഡ് ഹാഫാണ് കാണാൻ പറ്റിയത്. ഈ പടത്തിൻ്റെ ഏറ്റവും കോർ എന്ന് പറയുന്നത് ഓരോ കഥാപാത്രങ്ങൾക്കും നല്ല ക്യാരക്ടർ ആർക്കാണ്. ഫസ്റ്റ് പാർട്ടിലുള്ള ക്യാരക്ടർ ആർക്ക് കൂടാതെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ പുതുതായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. അവർക്കൊക്കെ നല്ല ഡീറ്റെയിലിംഗ് നൽകിയിട്ടുണ്ട് ഈ പടത്തിലെ സംവിധായകൻ കൃഷ്ണദാസ് മുരളി. ഇനി ഈ പടത്തിൽ ബേബി ജി ഉണ്ട്, സുരാജ് വെഞ്ഞാറമൂടിൻ്റെ, ജഗദീഷിൻ്റെ കഥാപാത്രം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കുറേ നല്ല തമാശ അവർ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ പടത്തിൻ്റെ കോർ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ക്ഷണിക്കാത്തൊരു അതിഥി വരുന്നു. അതിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കഥയാണ് ഈ ഒരു മോഹിനിയാട്ടം. കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. പടം നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. പിന്നെ ഈ ഒരു പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ലതായിരുന്നു. ഓരോ സീനിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ പടം നല്ലതാണ്. തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ ഒരു പടം കാണുക. OTTക്ക് വെയിറ്റ് ചെയ്യാതിരിക്കുക. OTTയിൽ കാണുമ്പോൾ തമാശയൊക്കെ വർക്കാവെങ്കിലും ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തായാലും നഷ്ടപ്പെടും. അതുകൊണ്ട് OTTക്ക് വെയിറ്റ് ചെയ്യാതെ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ ഒരു പടം കാണാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ ഒന്നാം ഭാഗം കാണണം എന്ന് ആഗ്രഹമുള്ളവർ യൂട്യൂബിൽ അവൈലബിൾ ആണ്, അത് കാണുക. പക്ഷേ രണ്ടാം ഭാഗം OTTക്ക് വേണ്ടി കാത്തിരിക്കാതെ തിയേറ്ററിൽ പോയിട്ട് കാണണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ പണവും നിങ്ങളുടെ സമയവും വേർത്താവുന്ന രീതിയിൽ തന്നെയാണ് പടം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പടം കണ്ട ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.